കുറച്ചു നാളുകൾക്ക് മുമ്പാണ് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് നടി ഉർവശി ഏറ്റുവാങ്ങിയത്. ഉള്ളൊഴുക്ക് സിനിമയിലെ പ്രകടനമാണ് ഉർവശിയെ പുരസ്കാരത്തിന് അർഹതയാക്കിയത്. രണ്ടാം തവണയാണ് നാഷണൽ അവാർഡ് വേദിയിൽ ഉർവശിയുടെ പേര് മുഴങ്ങിക്കേൾക്കുന്നത്. മകൾ കുഞ്ഞാറ്റയ്ക്കൊപ്പമാണ് നടി പുരസ്കാരം സ്വീകരിക്കാനെത്തിയതും. രണ്ട് തവണയും വനിതാ രാഷ്ട്രപതിമാരിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമാണെന്ന് ദില്ലി വിദ്യാൻ ഭവനിൽ ചടങ്ങിൽ പങ്കെടുക്കെ മടങ്ങവേ മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഉർവശി പറഞ്ഞത്. ഉർവശിയുടെ നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഒരാൾ മകൾ കുഞ്ഞാറ്റയാണെന്ന് വിളിക്കുന്ന തേജലക്ഷ്മിയാണ്. അമ്മയ്ക്കൊപ്പം പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അറിയിച്ച് കുഞ്ഞാറ്റ കുറിപ്പ് പങ്കുവച്ചിരുന്നു. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസമായിരുന്നുവെന്നാണ് കുഞ്ഞാറ്റ കുറിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്ന്, അതിശയകരവും അഭിമാനകരമായ നിമിഷം. അമ്മയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് രണ്ടാമതും ലഭിക്കുന്നത് കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി തോന്നി. ആ ഘട്ടത്തിൽ സാക്ഷ്യം വഹിക്കാൻ അവിടെ ഉണ്ടായിരിക്കാൻ എല്ലാവരും ഉപരി മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി നമ്മുടെ ലാലേട്ടനെ ആദരിക്കുന്നത് കാണാൻ നമുക്കെല്ലാവർക്കും ശരിക്കും അഭിമാനകരമായ നിമിഷം എന്നാണ് കുഞ്ഞാറ്റ കുറിച്ചത്. ഒപ്പം അമ്മ ഉർവശിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോകളും കുഞ്ഞാറ്റ പങ്കുവച്ചു. പഠനം പൂർത്തിയാക്കി മകൾ മടങ്ങി എത്തിയതിനു ശേഷം എല്ലാ യാത്രകളും എല്ലാ പുരസ്കാര വേദികളും മകളെയും കൊണ്ടാണ് ഉർവശി പ്രത്യക്ഷപ്പെടാറുള്ളത്. ഒരിക്കലും കൊടുക്കാൻ കഴിയാത്ത പോയ സ്നേഹം ഉർവശി കൊടുക്കുകയും അനുഭവിക്കാൻ കഴിയാത്ത പോയ സ്നേഹം ആവോളം കുഞ്ഞാറ്റ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടപ്പോൾ. മുൻ ഭർത്താവ് മനോജ് കെ ജയനുമായി ബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം മനോജനായിരുന്നു. കോടതി നിശ്ചയിച്ച ദിവസങ്ങളിൽ മാത്രമാണ് ഉർവശി മകളെ കണ്ടിരുന്നതും സംസാരിച്ചിരുന്നതും. കുടുംബങ്ങളിൽ വെച്ചാണ് കുഞ്ഞാറ്റ ഉർവശിയെ കണ്ടിരുന്നത്. അമ്മയ്ക്കൊപ്പം പുറത്തുപോകാൻ താല്പര്യമില്ലെന്ന് കുഞ്ഞാറ്റ തന്നെ കോടതിയിൽ അന്ന് പറഞ്ഞത് ചർച്ചയായിരുന്നു. അതിനു മുമ്പൊരു അവസരത്തിൽ മകളെ കാണാൻ ഉർവശി മദ്യപിച്ച് എത്തിയിരുന്നു. അന്ന് അത് വലിയ വാർത്തയാകും. ഉർവശിക്ക് പോകാൻ മകളെ അയക്കാൻ ഭയമാണെന്ന് മനോജ് കെ ജയൻ പറയുകയും ചെയ്തു. വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് തന്നോടുള്ള അളവില്ലാത്ത സ്നേഹവും മനസ്സിലാക്കാൻ കുഞ്ഞാറ്റയ്ക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കുഞ്ഞാറ്റയെ ഒരുപോലെ ചേർത്ത് പിടിക്കുന്നു. ഉർവശിക്കൊപ്പം സമയം കിട്ടുമ്പോഴെല്ലാം ചെന്നൈയിലും അല്ലാത്ത സമയങ്ങളിൽ മനോജിനൊപ്പം കേരളത്തിലുമാണ് കുഞ്ഞാറ്റ താമസിക്കുന്നത്. അമ്മയെക്കുറിച്ച് കുഞ്ഞാറ്റ പങ്കിട്ട കുറിപ്പ് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു.